ഞായറാഴ്ച ഇറാൻ ഇസ്രായേലിലേക്ക് ഒന്നിലധികം ബാലിസ്റ്റിക് മിസൈലുകളാണ് വിക്ഷേപിച്ചിരിക്കുന്നത്. അതിൽ കുറഞ്ഞത് ഒന്നെങ്കിലും ക്ലസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള വാർഹെഡ് വഹിച്ചിട്ടുള്ളതാണ് എന്നുള്ളത് ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ടും ചെയ്യുന്നുണ്ട്. ഇസ്രായേലിനെ ലക്ഷ്യമിട്ടിട്ടുള്ള 6ാമത്തെ ആക്രമണമാണ് ഇത് എന്നതാണ് മനസ്സിലാക്കാനും കഴിയുന്നത്. ഇസ്രായേലിന് മുകളിലൂടെ പതിക്കുന്ന ഇറാനിയൻ ക്ലസ്റ്റർ വാർഹെഡിൽ നിന്നുള്ള ഉപയുദ്ധ സാമഗ്രികൾ എന്താണ് എന്നുള്ളത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോയിൽ നിന്ന് വ്യക്തമാവുകയും ചെയ്യുന്നുണ്ട്. ഈ വീഡിയോ ദൃശ്യങ്ങളിലെല്ലാം തന്നെ നിരവധി തിളങ്ങുന്ന വസ്തുക്കൾ ആകാശത്ത് വെവ്വേറെയായിട്ട്, അതായത് പറന്നു വരുന്ന ഒരു വസ്തുവിൽ നിന്ന്, അതായത് ഈ മിസൈലിൽ നിന്ന് പലതരത്തിലുള്ള തിളങ്ങുന്ന വസ്തുക്കൾ അത് താഴേക്ക് ഇറങ്ങി ഒരു വിശാലമായ പ്രദേശത്തേക്ക് പോകുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത് എന്നുള്ളതാണ്. ഈ ഒരു ക്ലസ്റ്റർ ബോംബുകൾ വേർപെട്ട് വരുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇത് എന്നുള്ളത് ആ ഒരു വീഡിയോയിൽ നിന്ന് നമുക്ക് വ്യക്തമാവുകയും ചെയ്യും. എന്തിനാണ് ക്ലസ്റ്റർ ബോംബുകൾ ഉപയോഗിക്കുന്നത്? കാരണം ഇറാന് പിടിച്ചു നിൽക്കാനായിട്ട് യാതൊരു തരത്തിലുമുള്ള ശേഷിയില്ലാത്ത അവസ്ഥയിലേക്കാണ് കാര്യങ്ങളുടെ ഒരു പോക്ക് എന്ന് പറയുന്നത്. പിന്നെ എന്തും സംഭവിച്ചോട്ടെ, കാരണം മരണം മുന്നിൽ കണ്ടു നിൽക്കുമ്പോൾ എന്തും സംഭവിച്ചാലും പറ്റുന്നത്രയും പൊരുതുക എന്നുള്ള ഒരു നീക്കം കൂടി ഇറാൻ നടത്തുന്നുണ്ട്. എല്ലാവരും പറയുന്നുണ്ട് റഷ്യ ഇടപെടും, ചൈന ഇടപെടും എന്നൊക്കെ. പക്ഷേ ഇതെങ്ങനെ സംഭവിക്കും? ചൈനയിലേക്ക് ട്രംപ് വ്യാപാര ഉടമ്പടികൾ ഉറപ്പിക്കാനായിട്ടുള്ള പോക്കിന് ഇരിക്കുകയാണ്. അപ്പോൾ അവിടെ വ്യാപാര ഉടമ്പടികൾക്ക് ചൈന മുൻതൂക്കം നൽകുമോ, അതോ ഇറാനെ സംരക്ഷിക്കുന്നതിന് മുൻതൂക്കം നൽകുമോ എന്നുള്ള ഒരു ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട്. എന്തായാലും ചൈനയെ പോലുള്ള ഒരു രാജ്യം അത് വികസനത്തിന് മാത്രം പ്രാധാന്യം നൽകും. അവരുടെ വളർച്ച മാത്രമാണ് ചൈനയ്ക്കായാലും US-നായാലും പ്രധാനപ്പെട്ടത്. അപ്പോൾ ഇറാനെ പോലെ ഒരു രാജ്യത്തിന് പിന്തുണ നൽകിക്കൊണ്ട് അല്ലെങ്കിൽ അവർ US-മായി ഉടക്കിക്കൊണ്ട് ഇറാനെ സംരക്ഷിക്കുക എന്നുള്ള ഒരു പ്രത്യക്ഷമായിട്ടുള്ള ഒരു രീതിയിലേക്ക് ചൈന ഇറങ്ങി വരാനുള്ള സാധ്യതകൾ അവിടെ മാറുകയും ചെയ്യുന്നുണ്ട്. റഷ്യയെ നമുക്കറിയാം, റഷ്യക്ക് ഒരുപക്ഷെ ഇന്റലിജൻസ് ഇൻപുട്ടുകൾ അത് ഇറാന് നൽകുന്നുണ്ടാകാം എന്നുള്ളത് ശരിയായിരിക്കാം. പക്ഷെ അതുകൊണ്ട് മാത്രം ഇറാന് പിടിച്ചു നിൽക്കാൻ കഴിയുമോ എന്നുള്ള ചോദ്യം അപ്പോഴും അവിടെ ബാക്കി നിൽക്കുകയാണ്. ഇറാനെ സംബന്ധിച്ച് അവരുടെ എല്ലാ തരത്തിലുള്ള ഭൂഗർഭ അറകളിൽ ഇവർ സൂക്ഷിച്ചിരുന്ന മിസൈലുകൾ, ആ മിസൈലിൽ മാത്രം കേന്ദ്രീകരിച്ചിട്ടുള്ള തുരങ്കങ്ങൾ എല്ലാം തന്നെ അവിടെ നാശമാക്കി കഴിഞ്ഞു എന്നുള്ളതാണ്. കൂടാതെ ഇവരുടെ കുടിവെള്ള പൈപ്പ് ലൈനുകൾ, കുടിവെള്ള ശുദ്ധീകരണ ശാലകൾ, പൈപ്പ് ലൈനുകളല്ല, കുടിവെള്ള ശുദ്ധീകരണ ശാലകൾ അടക്കം US-ഉം ഇസ്രായേലും ചേർന്ന് നശിപ്പിച്ചു കഴിഞ്ഞു. അപ്പോൾ അവിടെ വളരെ ഗുരുതരമായിട്ടുള്ള കുടിവെള്ള ക്ഷാമം ഇനി ഉണ്ടാവാൻ പോവുകയാണ്. അപ്പോൾ അത് അവിടെ ഇറങ്ങിയിട്ടുള്ള അവിടെയുള്ള ഇറാനിലുള്ള എല്ലാ തരത്തിലുമുള്ള ആളുകളിലേക്കും ഈ ഒരു പ്രശ്നം എത്തും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. കൂടാതെ എണ്ണ സംഭരണശാലകളും നാശമാക്കി കഴിഞ്ഞിട്ടുണ്ട്. US-ഉം ഇസ്രായേലും ഇനി ഒന്നും നോക്കാനുള്ള അടിച്ച് തകർക്കട മക്കളെ എന്നുള്ള രീതിയിൽ തന്നെയാണ് അവരുടെ എല്ലാ പ്രവർത്തനങ്ങളും നീങ്ങുന്നത്. മുജ്തബ ഖമനേയിയെ തിരഞ്ഞെടുത്തു എന്ന് പറയുമ്പോഴും ആദ്യഘട്ടങ്ങളിൽ ഇറാന് ഇവരുടെ മുമ്പിലേക്ക് മുജ്തബ തന്നെയാണ് ഞങ്ങളുടെ അടുത്ത പരമോന്നത നേതാവ് എന്ന് പറയാനുള്ള ധൈര്യം പോലും ഉണ്ടായിരുന്നില്ല എന്നത് നമ്മൾ മറന്നു പോകരുത്. കാരണം എത്രയൊക്കെ പിന്തുണയ്ക്കുമ്പോഴും വസ്തുതയെ വസ്തുത തന്നെ ആയിട്ട് കാണണം. ഇറാനെ പിന്തുണയ്ക്കാത്തവരെ മുഴുവനും നമ്മൾ ചീത്ത വിളിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളാണ് കാണുന്നത്. പക്ഷെ നമ്മൾ വസ്തുത എന്ന് പറയുന്നതിലേക്ക് കടക്കുമ്പോൾ ഇതാണ് ഒരു പ്രശ്നമായിട്ട് നിലനിൽക്കുന്നത്. US എന്ന് പറയുന്നത് 1ാം നമ്പർ സൈനിക ശക്തിയാണ്. അതിനോട് ചേർന്ന് നിൽക്കുന്നതാണ് ഇസ്രായേലിന്റെ ഒരു മികവ് എന്ന് പറയുന്നത് അവർ എവിടെയും പറന്നിറങ്ങി, അവരുടെ ചാരന്മാർ എവിടെയും പറന്നിറങ്ങി ഏത് തരത്തിലുമുള്ള ആക്രമണം നടത്തി അവരുടെ കാര്യം തീർപ്പാക്കി പോരും എന്നുള്ളതാണ്. അപ്പോൾ എന്തിനാണ് മുജ്തബയാണ് തങ്ങളുടെ പരമോന്നത സുപ്രീം ലീഡർ എന്നുള്ളത് ഇവർ പറയാൻ മടിച്ചത്? ആ പേടിയുള്ളത് കൊണ്ടാണ്. മുമ്പിൽ നിൽക്കുന്നത് ഇസ്രായേലും US-ഉം ആണ് എന്നുള്ള ഒരു ഭയം ഇവർക്കുണ്ട്. കൂടാതെ അവിടെ എന്താണ് സംഭവിച്ചു കഴിഞ്ഞിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. IRGC-യെ തന്നെ 33 വിങ്ങുകളായി തിരിച്ചുകൊണ്ട് സ്വന്തം ഇഷ്ടത്തിന് പെരുമാറാൻ അല്ലെങ്കിൽ സ്വന്തം ഇഷ്ടത്തിന് പോരാടാനുള്ള ഒരു നിർദ്ദേശം അവർക്ക് കൊടുത്തു കഴിഞ്ഞു. അങ്ങനെ ഒരു നിർദ്ദേശം കൊടുക്കുകയും സെൻട്രൽ കമാൻഡ് ഇല്ലാതെ പോവുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് പിന്നീട് നമ്മൾ കാണുന്നത്. കാരണം ഇറാൻ ആദ്യം വന്നിട്ട് ഞങ്ങൾ ഗൾഫ് രാജ്യങ്ങളോട് മാപ്പ് ചോദിക്കുന്നു എന്ന് പറഞ്ഞ് വായിലേക്ക് നാക്കെടുത്തിടുന്നതിന് മുമ്പ് ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഇറാനിൽ നിന്ന് ആക്രമണം ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ തോന്നുംപടി പ്രവർത്തിക്കാനുള്ള ഒരു
നിർദ്ദേശമാണ് കൊടുത്തിരിക്കുന്നത്. ഒരു സൈനിക കമാൻഡ് ഇല്ലാത്തതിന്റെ പ്രശ്നം, ആ സൈനിക കമാൻഡ് ഇനി 31 ഇടങ്ങളിലുണ്ട്. ആ 31 ഇടങ്ങളെയും ട്രാക്ക് ചെയ്ത് ഇസ്രയേലോ US ഇതെല്ലാം തീർത്തു കളയുമെന്നുള്ള ഒരു ഭയം ഇതെല്ലാം ഉണ്ട്. അവരുടെ IRGC കമാൻഡറെ ഉൾപ്പെടെ എല്ലാവരെയും തട്ടിക്കളഞ്ഞിട്ടുണ്ട് ഇസ്രായേൽ എന്നുള്ള സത്യം അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ മാരകമായ രീതിയിൽ ക്ലസ്റ്റർ ബോംബുകൾ വർഷിച്ചുകൊണ്ട് ഇസ്രായേലിനെ നാശമാക്കാനുള്ള എല്ലാ നീക്കങ്ങളിലേക്കും മുതിരുകയാണ് ഇറാൻ എന്നുള്ളതാണ്. അതിനിടയിൽ തന്നെ ഇറാനിൽ ഭക്ഷ്യക്ഷാമം ഉണ്ടാകുന്നുണ്ട് എന്നുള്ള വാർത്തകളും ഒക്കെ വരുന്നുണ്ട്. അവിടെ നിലവിൽ പെട്ടുപോയിട്ടുള്ളവരെല്ലാം തന്നെ വളരെ ആശങ്കയിലുമാണ്. മാക്സിമം സിവിലിയൻസിന് പ്രശ്നമുണ്ടാകാത്ത തരത്തിൽ ആക്രമണം നടത്താൻ തന്നെയാണ് US ഇസ്രായേലും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇറാന് ഇതിനെ അതിജീവിക്കാനായിട്ട് കഴിയുമോ എന്നുള്ള ചോദ്യമുണ്ട്. ഇവർ പറഞ്ഞു വെച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ കയ്യിൽ ഇനിയും മിസൈൽസ് ഉണ്ട്, ഇവരുടെ എല്ലാ പ്രതിരോധ സംവിധാനങ്ങളും തീരുമ്പോൾ ഞങ്ങൾ ഇതെല്ലാം എടുത്ത് പ്രയോഗിക്കുമെന്ന് പറയുമ്പോൾ ഏറ്റവും ഒടുവിൽ ഒരു ആണവ ബോംബ് കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ ഇറാൻ എന്ന് പറയുന്ന രാജ്യം. അപ്പം ജനങ്ങളെ കുരുതി കൊടുത്തുകൊണ്ടാണ് ഇറാൻ മുന്നോട്ട് നീങ്ങുന്നത് എന്ന് പറഞ്ഞാലും അതിൽ ശരികേട് ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. ഇനി ഇറാൻ കണ്ണും പൂട്ടി പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ ക്ലസ്റ്റർ ബോംബുകൾ എന്ന് പറയുന്നത് ഒരു റോക്കറ്റോ മിസൈലോ അല്ലെങ്കിൽ ഒരു എയർക്രാഫ്റ്റോ അതിൽ നിന്ന് ഇതിൻ്റെ പലതരത്തിലുള്ള പല രീതിയിലേക്ക് ഒരു ബോംബ്ലെറ്റുകൾ എന്നറിയപ്പെടുന്ന നിരവധി സ്ഫോടക വസ്തുക്കൾ പുറത്തുവിടാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ള ആയുധങ്ങളാണ് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇത്തരം മിസൈലുകളുടെ വാർഹെഡ് എന്ന് പറയുന്നത് താഴേക്ക് പതിക്കുമ്പോൾ അത് തുറക്കുകയും ഏകദേശം ഒരു 8 കിലോമീറ്റർ ചുറ്റളവിൽ ഏകദേശം 2.5 കിലോഗ്രാം സ്ഫോടക വസ്തുക്കളുള്ള 20 ചെറിയ യുദ്ധോപകരണങ്ങളായിട്ട് മാറി തെറിച്ച് നാശം വിതയ്ക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒറ്റയടിക്ക് ഒരു മിസൈൽ കൊണ്ടോ അല്ലെങ്കിൽ അവർ ഇതുവരെ പ്രയോഗിച്ചിട്ടുള്ള ഡ്രോണുകൾ കൊണ്ടോ ഒന്നും തന്നെ US-നോ ഒന്നും യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാകുന്നില്ല. അവിടെ ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഇറാൻ സൈനിക കേന്ദ്രങ്ങൾ US-ന്റെ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നു എന്ന് പറയുമ്പോൾ പോലും അതിലൊരു ശരികേടുണ്ട്. ഇറാന് US-ലേക്ക് ആക്രമിക്കാനുള്ള ശേഷിയില്ല എന്നുള്ളത് തന്നെയാണ്. രണ്ടും രണ്ടറ്റത്തുള്ളതാണ്. മാത്രമല്ല US-ന്റെ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കുമ്പോൾ ഗൾഫ് രാജ്യങ്ങൾക്ക് സ്വയം പ്രതിരോധിക്കാനുള്ള അല്ലെങ്കിൽ അവരുടെ സേനയ്ക്ക് കഴിയാത്തത് കൊണ്ട് കൂലിപ്പടയാളികളായിട്ട് വെച്ചിട്ടുള്ളതാണ് ഈ US-നെ ഉപയോഗിച്ചുകൊണ്ട്. അപ്പോൾ ആ US-ന്റെ കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്ന നഷ്ടങ്ങൾ മുഴുവനും ഈ ഗൾഫ് രാജ്യങ്ങൾക്കാണ്. ഈ ഗൾഫ് രാജ്യങ്ങൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇറാന് എതിരെ തിരിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇറാന്റെ ഈ പരാക്രമം കണ്ട് സഹിക്കവയ്യാതെ ഇനി പൊറുക്കാനാകില്ല എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുമ്പോഴാണ് ഇന്ത്യയോട് ഉൾപ്പെടെ ഇവർ ആയുധങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. തങ്ങളുടെ സൈനിക കേന്ദ്രങ്ങൾക്ക് ഇനി കൂടുതൽ നാശനഷ്ടങ്ങൾ സംഭവിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് ഗൾഫ് രാജ്യങ്ങളും US-ഉം തമ്മിലുള്ള ബന്ധത്തിന് ഉലച്ചിലുണ്ടാക്കുമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും ആക്രമണം US കടുപ്പിക്കാൻ തന്നെയാണ് സാധ്യത. അപ്പോൾ അരാംകോ പോലുള്ള കാര്യങ്ങൾ എണ്ണ സംഭരണശാലകളുടെയൊക്കെ ഉള്ളിൽ അവർക്ക് വേണ്ടുന്ന തരത്തിലുള്ള പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതിൽ US മാത്രമല്ല ഇസ്രായേലിന്റെ ചാരന്മാരും ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇസ്രായേലും അതിന് തക്കതായിട്ടുള്ള മറുപടി ഇറാന് നൽകും എന്നുള്ളതും നമ്മൾ ഉറപ്പിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അവിടെ ആ സാഹചര്യത്തിലാണ് ഇറാന് ചൈനയും റഷ്യയും എത്രമാത്രം പ്രൊട്ടക്ഷൻ കൊടുക്കുമെന്നുള്ള ഒരു ആശങ്ക പോലും വരുന്നത്. ഇവരുടെ ഈ പ്രൊട്ടക്ഷൻ കൊണ്ട് മാത്രം തങ്ങൾക്ക് ജയിച്ചു നിൽക്കാൻ കഴിയുമെന്നുള്ളൊരു മിഥ്യാധാരണ ഇറാൻ ഇപ്പോഴും പുലർത്തുന്നുണ്ടെങ്കിൽ അത് സർവനാശത്തിനാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അടുത്ത ഖമനയി വന്നിട്ടുണ്ടെങ്കിൽ അയാളും അധികകാലം ഉണ്ടാകില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് സാക്ഷാൽ US പ്രസിഡന്റ് ട്രംപ് ആണ്. US-ന്റെ 6 സൈനികരാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അത് ട്രംപിനെ ഭ്രാന്തടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ സംശയമില്ല. എന്തായാലും ക്ലസ്റ്റർ ബോംബ് ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേലിൽ നാശം വരുത്താനാണ് ശ്രമം എന്നുണ്ടെങ്കിൽ ഇനിയൊരു ക്ലസ്റ്റർ ബോംബ് പ്രയോഗിക്കുന്നതിന് മുമ്പ് ഇറാന്റെ കാര്യം ഒരു പിടിച്ചാരമായി മാറുക എന്നത് മാത്രമായിരിക്കും. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ത്യ ലൈവിന് നിങ്ങൾ ഇതുവരെ തന്നുകൊണ്ടിരിക്കുന്ന എല്ലാ സഹകരണത്തിനും നന്ദി പറയുകയാണ്. കൂടെ ഈ സഹകരണം ഞങ്ങൾക്ക് ഇനിയും ആവശ്യമാണ്.
അപ്പോൾ ഞങ്ങൾ ആരും പറയാത്ത ചില വാർത്തകളെല്ലാം നിങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതിന് വേണ്ടുന്ന ചിലപ്പോൾ നിങ്ങളുടെ വിരോധമാവാം, നിങ്ങളുടെ വിയോജിപ്പാവാം, ഇതെല്ലാം തന്നെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഇനിയും ഇത്തരത്തിലുള്ള വിയോജിപ്പുകളായിക്കോട്ടെ, നിങ്ങൾക്ക് കേൾക്കേണ്ടുന്ന വാർത്തകളായിക്കോട്ടെ, ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചായിക്കോട്ടെ നിങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. കൂടാതെ വീഡിയോകൾ ഷെയർ ചെയ്യുക. ഇനി എല്ലാ നോട്ടിഫിക്കേഷൻസും കിട്ടാൻ വേണ്ടിയിട്ട് ആ ബെൽ ബട്ടൺ കൊണ്ടുവന്ന് അമർത്താൻ മറക്കരുത്.